സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ഞെരുക്കപ്പെടുന്ന സ്ഥലമാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇന്നലെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചതാണ്. ക്ഷേമ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്ക് കിട്ടുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ 25% വർദ്ധിപ്പിച്ചു. ഈ 1-ാം തീയതി തൊട്ട് കൊടുക്കും, ഈ മാസത്തെ തൊട്ട് കൊടുക്കും, അതിന് തടസ്സമില്ല. 2000 രൂപ ഒരു വീട്ടിൽ കിട്ടും. അതോടൊപ്പം തന്നെ പുതിയൊരു കാര്യം കൂടി ഇന്നലെ പറഞ്ഞത്, നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു ആനുകൂല്യം, വീട്ടമ്മമാർക്ക് ഒരു സഹായം, ഒരു സുരക്ഷ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരുടെ കാര്യത്തിലാണ് പറയുന്നത്. അത് 1000 രൂപ വെച്ച് കൊടുക്കും. പഠനം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക്, ഇപ്പം എഞ്ചിനീയറിങ്ങോ പിന്നെ ഡിഗ്രിയോ IT കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്കൊരു ചെറിയ പീരീഡ് ജോലിയൊക്കെ അന്വേഷിക്കേണ്ടി വരും. ആ സമയത്തേക്ക് ഒരു 1000 രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു 5 ലക്ഷം പേർക്കെങ്കിലും കൊടുക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. അതിനൊരു പണം വെച്ചു. ഇങ്ങനെയുള്ള പദ്ധതികൾ സാധാരണ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്ത് ഇതുപോലെ ഈ കുട്ടികൾക്കൊന്നും ഉള്ളതില്ല. അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ ഒരു വീട്ടിൽ 2 പേര് പ്രായമുള്ളവരുണ്ടെങ്കിൽ 2 പേർക്കായിട്ട് 2000, 4000 രൂപ കിട്ടും. അവരുടെ മകളുണ്ട്, ഈ പറഞ്ഞ വരുമാന പരിധിയിലുള്ള വീടാണെങ്കിൽ ഒരു 1000 രൂപ അവർക്ക് കിട്ടും. ഇത് കൂടാതെ 2 കുട്ടികൾ പഠിത്തം കഴിഞ്ഞപ്പോൾ അവരുടെ 2 കുട്ടികളുണ്ടെങ്കിൽ 2000 കിട്ടും. ഒരു വീട്ടിൽ 7000 രൂപ കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഒരു സംസ്ഥാന സർക്കാർ പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ പദ്ധതി? ഇന്ത്യയിൽ ഒരിടത്തുമില്ല. എന്തിനാണ് ഇങ്ങനെ 7000 രൂപ കൊടുക്കുന്നത്? ഇത് വേസ്റ്റ് അല്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇന്നലെ ചോദിച്ചു, പത്രക്കാർ ചോദിച്ചു. ഇത് മാത്രമല്ല, സാമൂഹ്യക്ഷേമ പെൻഷനല്ല, എല്ലാ മേഖലയിലും അംഗൻവാടി, ആശ, ഇതൊക്കെ സ്കീം വർക്കേഴ്സ്. പാചകത്തൊഴിലാളിക്ക് 600 രൂപയുള്ളൂ കേന്ദ്ര ഗവൺമെൻറ് തരുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയോട് പാചകത്തൊഴിലാളിക്ക് 600 രൂപയെ സെൻട്രൽ ഗവൺമെൻറ് തരുന്നുള്ളൂ. ഒരു മാസമാണ്, ദിവസമാണ് തെറ്റിദ്ധരിക്കരുത്. ഒരു മാസം 600 രൂപയാണ് തരുന്നത്. നമ്മൾ ഒരു ദിവസം 650 രൂപയാക്കി ഇന്നലെ. ഒരു മാസം 600 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് തരുന്നത്. ഇവരെ കുത്തിയിളക്കി സമരം ചെയ്യാനൊക്കെ ചിലർ നടക്കുന്നുണ്ട്. അവർ ഭരിക്കുന്ന സ്ഥലത്തെ കാര്യമൊന്നും നോക്കുന്നില്ല. ഒരു ദിവസം 600. ഇന്നലെ 50 രൂപ കൂട്ടിയെന്ന് പറഞ്ഞാൽ മിനിമം 1200 രൂപ, 1100 രൂപ, 1200 രൂപ ഒരു മാസം അവർ കൂടി. സംസ്ഥാന സർക്കാരിന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പത്രക്കാർ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി നമ്മളെവിടെയും പറഞ്ഞിട്ടില്ല. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നിന്ന് പോകുന്ന സ്ഥിതിയൊന്നുമില്ല. ബുദ്ധിമുട്ടുണ്ട്. എന്താ ബുദ്ധിമുട്ട്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ശരാശരി എടുത്താൽ ഓരോ സംസ്ഥാനത്തിനും അവരുടെ റവന്യൂ വരുമാനത്തിൻ്റെ 53% കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള ട്രാൻസ്ഫറാണ്. എന്ന് പറഞ്ഞാൽ 100 രൂപ ഒരു സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടെങ്കിൽ 53 രൂപ അതിൽ കേന്ദ്രത്തിന് ട്രാൻസ്ഫർ. കേന്ദ്രം കുടുംബത്തിൽ നിന്ന് കൊണ്ടിരുന്നല്ലോ. ഓരോ സംസ്ഥാനത്തു നിന്നുള്ള നികുതി, ഇപ്പോൾ മദ്യത്തിൻ്റെ ടാക്സും പെട്രോൾ ഡീസൽ ഒഴിച്ച് ബാക്കി മുഴുവൻ പണവും കേന്ദ്രം പിരിക്കുന്നത്. GST കൂടെ വന്നതോടുകൂടി എല്ലാം അങ്ങോട്ടായി. ഇൻകം ടാക്സ് അവരാ പിരിക്കുന്നത്, സർവീസ് ടാക്സ് അവരാ. അപ്പോൾ അതിൽ നിന്നുള്ള ഷെയർ സംസ്ഥാനങ്ങൾക്ക് കിട്ടുമ്പോൾ അതിനകത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും കണക്കെടുത്താൽ 53% കേന്ദ്രമാണ് കൊടുക്കുന്നത്. കേരളത്തിന് എത്ര കിട്ടുന്നത്? 25. കേരളത്തിൻ്റെ ഭാവിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, തൊഴിൽ മേഖലയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ലോകത്തെവിടെയും തൊഴിലാളികളുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും തൊഴിലാളികളുടെ പഴയകാലത്തെ തൊഴിലാളികളുടെ ജീവിത രീതിയും തൊഴിൽ സമയവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു ഘട്ടമാണിത്. 8 മണിക്കൂർ തൊഴിലിന് വേണ്ടിയിട്ടുള്ള സമരം, 8 മണിക്കൂർ അധ്വാനം, വിശ്രമം, വിനോദം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറി തൊഴിൽ മേഖല തന്നെ വ്യത്യസ്തമാകുന്നു. തൊഴിലിടങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നു. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള തൊഴിൽ കേന്ദ്രങ്ങളില്ലാതാവുന്നു. ഗിഗ് വർക്കേഴ്സ് പോലുള്ള സംവിധാനങ്ങളും സ്കീം വർക്കേഴ്സ് പോലുള്ള സംവിധാനങ്ങളും ദൂരത്ത് വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ഫ്രം ഹോമും വർക്ക് നിയർ ഹോമും പോലുള്ള കൺസെപ്റ്റുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുമൊക്കെ അതിവേഗം കടന്നു വരുന്നൊരു തൊഴിൽ മേഖലയാണ് എന്നുള്ളത് കൊണ്ട് കൺവെൻഷനലായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളി രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അല്ല ഇപ്പോഴുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളെ അഡാപ്റ്റ് ചെയ്യുന്നതിന് അതനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ലോകത്തെ തൊഴിലാളി വർഗത്തിന് മുന്നിലുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതല്ല. ഇതൊക്കെ നേരത്തെ ഇങ്ങനെയാണ് വ്യവസ്ഥാപിതമായി നിൽക്കുന്നത് എന്നുള്ളതിന് പകരം വന്നേക്കുന്നൊരു മേഖലയിൽ അത് കണ്ടുപിടിക്കണം. ഒരു കാര്യം വളരെ കൃത്യമാണ്, പണ്ടുള്ളതുപോലെ തന്നെ തൊഴിലാളികളെ പണിയെടുപ്പിച്ച് കിട്ടുന്ന മിച്ചമൂല്യവും ലാഭവും വലിയ തോതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ലാഭേച്ഛയോടുകൂടിയുള്ള മുതലാളിത്ത സ്വഭാവത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിതം
കൂടുതൽ ചൂഷണത്തിന് വിധേയമാകുന്നു എന്ന കാര്യത്തിലും മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ഈ കാര്യത്തിനകത്ത് അടിസ്ഥാനപരമായ സ്വഭാവ വ്യത്യാസമില്ല. പക്ഷേ ഫാഷനുകളും സ്വഭാവങ്ങളും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ കാലത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതനുസരിച്ചിട്ട് ILO പോലെയുള്ള ഏജൻസികൾ വളരെ വലിയ പഠനങ്ങൾ നടത്തുന്നുണ്ട്. ILOയുടെ ജനറൽ സെക്രട്ടറി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ പ്രവണതകളെ സംബന്ധിച്ച് ഉള്ള പ്രത്യേകതകൾ, കോവിഡിന് ശേഷം ഉണ്ടായ പ്രത്യേകതകളെ പറ്റിയൊക്കെ അവരുടെ പുതിയ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ആഗോളതലത്തിൽ തൊഴിലവസരങ്ങളുടെ എണ്ണം വലിയ തോതിൽ കുറയുന്നുണ്ടെന്ന് തന്നെയാണ് കണക്ക്. നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ 402 ദശലക്ഷം തൊഴിലവസരങ്ങൾ കുറഞ്ഞു എന്നാണ് ഇത്തരം ചില പഠനങ്ങൾ കാണിക്കുന്നത്. ഈ നമ്മുടെ ആഗോളതലത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പുതിയ തരത്തിലുള്ള നടപടിക്രമങ്ങളിൽ മുതലാളിത്ത രാജ്യങ്ങൾ ചെന്നുപെട്ടിട്ടുള്ള എക്കണോമിക് ക്രൈസിസുമൊക്കെ തൊഴിൽ മേഖലയെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഇത്തരം റിപ്പോർട്ടുകളിൽ കാണിക്കുന്നു. സാമൂഹ്യനീതി ഉറപ്പാക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമായി കരുതുന്നൊരു സമൂഹമാണ് നമ്മുടെ സമൂഹം. പക്ഷേ ആ സാമൂഹ്യനീതിയുടെ കാര്യത്തിലും ഇപ്പോൾ അങ്ങനെ വലിയ പരിഗണനയൊന്നും കൊടുക്കേണ്ടതില്ല എന്നത് ഈ അടുത്ത നാളുകളിൽ വരുന്ന ലോകത്തെ പല രാജ്യങ്ങളുണ്ടാകുന്ന സംഭവങ്ങൾ വ്യക്തമാക്കുകയാണ്. മധ്യേഷ്യയിലെ പ്രശ്നങ്ങളായാലും അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ പേരിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കടുത്ത നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണുക. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഏറ്റവും ശക്തമായി വളർന്നു വരുന്ന ഗിഗ് ഇക്കണോമി പോലെയുള്ള മേഖലകളിൽ തൊഴിലാളികളുടെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അസംഘടിതരാണ്, തൊഴിലാളികളെന്ന സ്വഭാവം തോന്നത്തില്ല. തൊഴിലാളിയാണ് ഞാനെന്ന കാര്യം പോലും ഈ ഗിഗ് ഇക്കണോമി വർക്ക് ചെയ്യുന്ന ആൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഞാനൊരു തൊഴിലാളിയാണെന്ന് തോന്നുന്നില്ല. ഞാനിങ്ങനെ പിന്നെ സൊമാറ്റോയും സ്വിഗ്ഗിയും കൊണ്ട് വിതരണം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ തോന്നുമ്പോൾ അവർക്ക് തൊഴിലാളി എന്ന നിലയിലുള്ള പഴയ കൺസെപ്റ്റിലല്ല അവർ തന്നെ കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് എല്ലാ മേഖലയിലും വരികയാണ്. നമ്മുടെ പിന്നെ ടാക്സി സർവീസുകൾ എല്ലാം ഓൺലൈനും സംവിധാനങ്ങളും നേരിട്ട് വലിയൊരു മുതലാളിയായിട്ട് ബന്ധപ്പെടുന്നൊരു തൊഴിലാളി, ഒരു ചെറിയ മുതലാളിയാണ് ഞാനെന്ന് ഒരു ടാക്സി ഓപ്പറേറ്റർ പോലും വിചാരിക്കുന്ന തരത്തിലേക്കുള്ള ആ കണക്ഷന് വലിയ മാറ്റം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങളുടെ ഘട്ടത്തിൽ എങ്ങനെ ഈ കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റും? അപ്പോൾ കേരളത്തിൽ എന്താണ് നമ്മൾ കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേരളത്തിൽ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ നടന്ന മാറ്റങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള സംസ്ഥാനം എന്ന നിലയിലേക്ക് നമുക്ക് കേരളം മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തൊഴിലാളി രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം ഉൾപ്പെടെ വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മൾക്ക് പണ്ട് തന്നെ പരമ്പരാഗത വ്യവസായ മേഖലയിലൊക്കെ ആ പങ്കാളിത്തമുള്ള സ്ഥലമാണ്. ഇപ്പോഴും ഇന്ത്യൻ ശരാശരിയിൽ 40% 30% വനിതകൾ ജോലിയിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ കോൺഫറൻസ് നടക്കുന്ന കൊല്ലം ജില്ലയിൽ കശുവണ്ടി മേഖലയിൽ 95% വനിതകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു പണ്ടേ. ഒരു 100 വർഷത്തെ ചരിത്രമുണ്ട് കശുവണ്ടി മേഖലയ്ക്ക്. അപ്പോൾ തൊഴിലാളികളാണ്, സ്ത്രീ തൊഴിലാളികൾ 100 വർഷം മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി മണിക്കൂറുകളോളം ജോലിയെടുക്കാൻ പറ്റുന്ന തൊഴിൽ സാഹചര്യവും ആ സംസ്കാരവുമുള്ളൊരു സ്ഥലമാണ് കേരളം. കശുവണ്ടി മേഖല അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. കയറും കൈത്തറിയും ഒക്കെ അതേപോലെയാണ്. അപ്പോൾ 100-80 വർഷം മുമ്പ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വലിയ ഫാക്ടറികൾ സ്ഥാപിച്ച് ഈ മേഖലയിലേക്ക് തൊഴിലാളി സ്ത്രീകളടക്കം വന്ന അനുഭവമുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റം നമുക്കുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൂലിയുള്ള സംസ്ഥാനം കേരളമാണ്. ആനുകൂല്യങ്ങളുടെ കാര്യത്തിനകത്ത് വളരെ വലിയ മാറ്റം നടത്തുന്നുണ്ട് സംസ്ഥാന സർക്കാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നിലപാടുകൾ അക്കാര്യത്തിന് കൂടുതൽ സഹായകരമാണ്. ഈ സാധാരണക്കാരുടെ ആനുകൂല്യങ്ങൾ ഒന്നാമത് കേരളത്തിൽ അധികാരത്തിൽ വന്ന ഐക്യ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയുടെ നയപരിപാടി തന്നെ എപ്പോഴും നമ്മൾ പറയാറുണ്ട്. EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് പോലീസ് തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത് അന്ന് എത്രയോ വലിയ കാര്യമാണ്. അതിനു മുമ്പ് ചെറിയൊരു തൊഴിലാളിയുടെ ശബ്ദം ഉയരുമ്പം തന്നെ പോലീസിനൊപ്പം ഈ പോലീസിനെ സഹായിക്കുന്ന കുറുവടി സംഘം പോലും പോലീസിനൊപ്പം പോകുന്നൊരു കാലത്ത് അധികാരത്തിൽ വരുന്നൊരു സർക്കാരാണ് പറഞ്ഞത് പോലീസ് തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പാടില്ല. കുടിയിറക്ക് പാടില്ല എന്ന് പറയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സാധാരണക്കാരുടെ ഭൂമിയുടെ അവകാശം, വീടിൻ്റെ അവകാശം സംരക്ഷിക്കുന്നത് പോലെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു തൊഴിലാളികൾക്ക് അവരുടെ കാര്യം, അവരുടെ ശബ്ദം ഉയർത്താനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന കാര്യം. അങ്ങനെ നടന്നൊരു സംസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മിനിമം വേജസ് എല്ലാം ഇവിടെ നേതാക്കന്മാർ സംസാരിക്കുന്നതാണ്. മിനിമം വേജസ് ഉൾപ്പെടെ മിക്കവാറും എല്ലാ മേഖലയിലും പ്രഖ്യാപിച്ച ഒരു സ്ഥലമാണ്. അതുപോലെ ഈ സ്ത്രീകൾക്ക് തുണിക്കടയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അതുപോലും അവകാശമില്ലാത്ത ചില സംഭവങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പോലെയുള്ള സംഘടനകളും
പിന്നെ ട്രേഡ് യൂണിയനുകളും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഒരു തുല്യത തൊഴിലിടങ്ങളിലുൾപ്പെടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. അതിൻ്റെ ധാരാളം ക്ഷേമനിധി പദ്ധതികൾ ധാരാളമായി എല്ലാ മേഖലയിലും നടപ്പിലാക്കാൻ പറ്റിയ ഒരു സർക്കാരാണ്, ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ. മിനിമം ജോലിയെ സംബന്ധിച്ച് 75 കിലോയാണ് ചുമടെടുക്കാവുന്നതെന്നുള്ളത് അത് ചുമട്ടുതൊഴിലാളി മേഖലയിൽ 55 കിലോ ആക്കി. സ്ത്രീകൾക്കും കുട്ടികൾക്കും അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചു. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നടക്കുകയും എല്ലാം ചെയ്തു. അതോടൊപ്പം തന്നെ സാമൂഹ്യമായി തൊഴിലാളികൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ എല്ലാം, ഇൻഷുറൻസ് അടക്കമുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കിയ അനുഭവമുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ 10-70 വർഷക്കാലത്തെ നമ്മുടെ അനുഭവമുണ്ട്. 5 വർഷക്കാലത്തെ 9.5 വർഷക്കാലത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇപ്പോൾ അധികാരത്തിലിരുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങളുടെ അനുഭവമുണ്ട്. ഈ അനുഭവങ്ങൾ വെച്ചിട്ട് ഇനി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ചർച്ച ചെയ്യണം. ഞാനിപ്പം ഈ അനുഭവങ്ങളെല്ലാം വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ഇന്നലെ വളരെ സന്തോഷകരമായ ചില പ്രഖ്യാപനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ട് നിൽക്കുന്നതിന് തൊട്ടടുത്ത ദിവസം നമ്മൾ നിൽക്കുന്നത്. സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ഞെരുക്കപ്പെടുന്ന സ്ഥലമാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇന്നലെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചതാണ്. ക്ഷേമ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്ക് കിട്ടുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ 25% വർദ്ധിപ്പിച്ചു. ഈ 1-ാം തീയതി തൊട്ട് കൊടുക്കുമത്, ഈ മാസത്തെ തൊട്ട് കൊടുക്കും, അതിന് തടസ്സമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയ തോതിൽ പണം ആവശ്യമുള്ളതാണ്. 2000 രൂപ ഒരു വീട്ടിൽ കിട്ടും. അതോടൊപ്പം തന്നെ പുതിയൊരു കാര്യം കൂടി ഇന്നലെ പറഞ്ഞത്, നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു ആനുകൂല്യം, വീട്ടമ്മമാർക്ക് ഒരു സഹായം, ഒരു സുരക്ഷ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരുടെ കാര്യത്തിലാണ് പറയുന്നത്. അത് 1000 രൂപ വെച്ച് കൊടുക്കും. പഠനം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക്, ഇപ്പം എഞ്ചിനീയറിങ്ങോ പിന്നെ ഡിഗ്രിയോ IT കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്കൊരു ചെറിയ പീരീഡ് ജോലിയൊക്കെ അന്വേഷിക്കേണ്ടി വരും. ആ സമയത്തേക്ക് ഒരു 1000 രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു 5 ലക്ഷം പേർക്കെങ്കിലും കൊടുക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. അതിനൊരു പണം വെച്ച് ഇങ്ങനെയുള്ള പദ്ധതികൾ സാധാരണ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്ത് ഇതുപോലെ ഈ കുട്ടികൾക്കൊന്നും ഉള്ളതില്ല. അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ ഒരു വീട്ടിൽ 2 പേര് പ്രായമുള്ളവരുണ്ടെങ്കിൽ 2 പേർക്കായിട്ട് 2000, 4000 രൂപ കിട്ടും. അവരുടെ മകളുണ്ട്, ഈ പറഞ്ഞ വരുമാന പരിധിയിലുള്ള വീടാണെങ്കിൽ ഒരു 1000 രൂപ അവർക്ക് കിട്ടും. ഇത് കൂടാതെ 2 കുട്ടികൾ പഠിത്തം കഴിഞ്ഞപ്പോൾ അവരുടെ 2 കുട്ടികളുണ്ടെങ്കിൽ 2000 കിട്ടും. ഒരു വീട്ടിൽ 7000 രൂപ കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഒരു സംസ്ഥാന സർക്കാർ പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ പദ്ധതി? ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല. എന്തിനാണ് ഇങ്ങനെ 7000 രൂപ കൊടുക്കുന്നത്? ഇത് വേസ്റ്റ് അല്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇന്നലെ ചോദിച്ചു, പത്രക്കാർ ചോദിച്ചു. ഇത് മാത്രമല്ല, സാമൂഹ്യക്ഷേമ പെൻഷനല്ല, എല്ലാ മേഖലയിലും അംഗൻവാടി, ആശ, ഇതൊക്കെ ട്രേഡ് യൂണിയൻ, CITU, AITUC, INTUC ഒക്കെയുള്ള നേതാക്കന്മാരിവിടെ പങ്കെടുക്കുന്നുണ്ട്. തൊഴിലാളികളുടെ പ്രശ്നമാണ്. സ്കീം വർക്കേഴ്സ്, പാചക തൊഴിലാളിക്ക് 600 രൂപയുള്ളൂ കേന്ദ്ര ഗവൺമെൻറ് തരുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയോട് പാചക തൊഴിലാളിക്ക് 600 രൂപയെ സെൻട്രൽ ഗവൺമെൻറ് തരുന്നുള്ളൂ. ഒരു മാസമാണ്, ദിവസമാണ് തെറ്റിദ്ധരിക്കരുത്. ഒരു മാസം 600 രൂപയാണ് തരുന്നത്. നമ്മൾ ഒരു ദിവസം 650 രൂപയാക്കി ഇന്നലെ. ഒരു മാസം 600 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് തരുന്നത്. ഇവരെ കുത്തിയിളക്കി സമരം ചെയ്യാനൊക്കെ ചിലർ നടക്കുന്നുണ്ട്. അവർ ഭരിക്കുന്ന സ്ഥലത്തെ കാര്യമൊന്നും നോക്കുന്നില്ല. ഒരു ദിവസം 600. ഇന്നലെ 50 രൂപ കൂട്ടിയെന്ന് പറഞ്ഞാൽ മിനിമം 1200 രൂപ, 1100 രൂപ, 1200 രൂപ ഒരു മാസം അവർ കൂടി. എല്ലാ പദ്ധതികൾക്കും, അംഗൻവാടി, ആശ, പിന്നെ മറ്റ് പാചകത്തൊഴിലാളി, അതുപോലെ തന്നെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, എല്ലാ സ്കീം വർക്കേഴ്സും എല്ലാത്തിനും സാധാരണയല്ല, പിന്നെ വ്യത്യസ്തമായ ചില റേറ്റൊക്കെയാണ്. എല്ലാവർക്കും 1000 രൂപ വെച്ച് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. നിർമ്മാണ തൊഴിലാളികളുടെ കാര്യത്തിൽ വലിയൊരു തലവേദനയുള്ള കാര്യമാണ്. ഇത്തരം ക്ഷേമനിധിയിലെ അങ്ങനത്തെയൊക്കെ സംഘടനകൾ ചർച്ചയാണ്. ഞാൻ ഈ വേദി പറയുന്നില്ല. വളരെ സീരിയസ് ആയ കാര്യം ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് അറിയാം, ഈ ക്ഷേമനിധിയിലെ അംഗത്വം എടുക്കുന്നത്. എന്തായാലും അവിടെ പണം കിട്ടാനുണ്ട്, കുറച്ച് നാളത്തെ കിട്ടാനുണ്ട്. അത് വന്നത് ഗവൺമെൻറ്റല്ല, ഇതൊന്നും നേരിട്ട് കൊടുക്കേണ്ടതല്ല. താരതമ്യേന മെച്ചപ്പെട്ട ക്ഷേമനിധിയാണ് നിർമ്മാണ തൊഴിലാളി. കാരണം നിർമ്മാണ തൊഴിലാളി സെസ് ഇടയ്ക്ക് പിരിക്കുന്നതിന് വന്നൊരു താമസം വന്നതാണ്. അതുകൊണ്ടാണ് വന്നത്. ഇപ്പോൾ അത് കളക്ഷൻ വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ആ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് കടം അവർ ബോറോ ചെയ്യുക, സർക്കാർ ഗ്യാരണ്ടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുടിശ്ശിക കൊടുത്ത് തീർക്കത്തക്ക വിധത്തിലേക്ക് ആ കാര്യങ്ങൾ വരും. അതിൻ്റെ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഒരു മാസമായിട്ട് ശ്രീ ഇളമരക്കരിമുള്ള ബന്ധപ്പെട്ട്, പിന്നെ ലേബർ മിനിസ്റ്ററും ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ചെയർമാൻ ഒക്കെ കണക്ട് ചെയ്ത് ധനകാര്യ വകുപ്പ് അതിൻ്റെ ഗ്യാരണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ക്ഷേമനിധികളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്നലെ അതേപോലെ ക്ഷേമനിധി മാത്രമല്ല, നമ്മുടെ പല മേഖലയിലെ പ്രഖ്യാപിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പള പരിഷ്കരണം കോവിഡ് കാലത്ത് നടത്തിയ ഒരേ ഒരു സ്ഥലം കേരളമാണ്. ഇപ്പോൾ അവർക്ക് കുറച്ച് DA കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സംസ്ഥാന സർക്കാരിന്
കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പത്രക്കാരൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി നമ്മളെവിടെയും പറഞ്ഞിട്ടില്ല. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നിന്ന് പോകുന്ന സ്ഥിതിയൊന്നുമില്ല. ബുദ്ധിമുട്ടുണ്ട്. എന്താ ബുദ്ധിമുട്ട്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ശരാശരി എടുത്താൽ ഓരോ സംസ്ഥാനത്തിനും അവരുടെ റവന്യൂ വരുമാനത്തിൻ്റെ 53% കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള ട്രാൻസ്ഫറാണ്. എന്ന് പറഞ്ഞാൽ 100 രൂപ ഒരു സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടെങ്കിൽ 53 രൂപ അതിൽ കേന്ദ്രത്തിന് ട്രാൻസ്ഫർ. ഈ കേന്ദ്രം കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലല്ലോ. ഓരോ സംസ്ഥാനത്തു നിന്നുള്ള നികുതി, ഇപ്പോൾ മദ്യത്തിൻ്റെ ടാക്സും പെട്രോൾ ഡീസൽ ഒഴിച്ച് ബാക്കി മുഴുവൻ പണവും കേന്ദ്രം പിരിക്കുന്നത്. GST കൂടെ വന്നതോടുകൂടി എല്ലാം അങ്ങോട്ടായി. ഇൻകം ടാക്സ് അവരാ പിരിക്കുന്നത്, സർവീസ് ടാക്സ് അവരാ. അപ്പോൾ അതിൽ നിന്നുള്ള ഷെയർ സംസ്ഥാനങ്ങൾക്ക് കിട്ടുമ്പോൾ അതിനകത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും കണക്കെടുത്താൽ 53% കേന്ദ്രമാണ് കൊടുക്കുന്നത്. കേരളത്തിന് എത്ര കിട്ടുന്നത്? 25. എന്താ കാര്യം? കേരളത്തിന് പല ക്രൈറ്റീരിയ പറഞ്ഞ് കുറച്ച് തരിക. ക്രൈറ്റീരിയ കേരളത്തിന് സ്കൂളുണ്ട്, കേരളത്തിന് ആശുപത്രിയുണ്ട്, കേരളത്തിന് റോഡുണ്ട്, ഇങ്ങനെ ഇതൊക്കെ അറിയാവുന്നതാണ്. കേരളത്തിന് സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് അവിടെ സെക്കൻഡ് ജനറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പല സംസ്ഥാനങ്ങളിൽ ഒരു സ്കൂൾ പോലും ഇല്ല. ഒറ്റ അധ്യാപകൻ പഠിപ്പിക്കുന്ന ഗ്രാമീണ സ്കൂളാണ് ഉള്ളത്. ആശുപത്രി കാണണമെങ്കിൽ കിലോമീറ്ററുകൾ മണിക്കൂറുകൾ സഞ്ചരിക്കണം മറ്റു പല സംസ്ഥാനങ്ങളിൽ. നമ്മുടെ ഇവിടെ അങ്ങനല്ല. നമ്മളിപ്പോൾ അതൊക്കെ മാറി. ആശുപത്രിയിൽ 42 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ചികിത്സ സൗജന്യമായി കിട്ടുന്ന കാരുണ്യ പദ്ധതി അടക്കമുണ്ട്. സൗജന്യം എന്ന് പറഞ്ഞാൽ ചെറിയ സൗജന്യമല്ല. 5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഓപ്പറേഷൻ ഇപ്പോൾ ഒരു മാസം ശരാശരി 17,000 ഓപ്പറേഷനാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം. ഒരു മാസം ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് അത് 8,000 അപ്പം ചില സമയത്ത് സ്റ്റെൻറ്റ് കിട്ടാൻ, നേരത്തെ പെൻസിലിനും പാരസെറ്റാമോളും കിട്ടാത്തതുകൊണ്ട് മരുന്ന് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പം ഒരു ആഴ്ചയ്ക്ക് താമസിച്ചു എന്തിന്? ഹാർട്ട് ഓപ്പറേഷൻ സ്റ്റെൻറ്റ് കിട്ടാൻ. സ്റ്റെൻറ്റ് ഫ്രീ ആണ്. 1.5 ലക്ഷവും 2 ലക്ഷം രൂപയ്ക്കുള്ള സ്റ്റെൻറ്റ് വരെ ഫ്രീ ആയി കിട്ടുന്ന 42 ലക്ഷം കുടുംബം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പോപ്പുലേഷൻ്റെ പകുതി വരുന്ന സ്ഥലത്ത് ആരോഗ്യരംഗത്ത് പണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്രം പറയും നിങ്ങൾക്ക് ആരോഗ്യരംഗത്ത് വെച്ചാണ്, എല്ലാ രംഗത്തും വെച്ചാണ്, അതുകൊണ്ട് പണം തരുന്നില്ല. ഫലത്തിലെന്താ? ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ സ്ഥിതിയിലേക്ക് പല മാനദണ്ഡം വെച്ച് അവർ കൊടുക്കുമ്പോൾ കേരളത്തിന് കിട്ടേണ്ട 53 രൂപ കിട്ടേണ്ടതിന് പകരം 25 രൂപയെ കിട്ടുന്നുള്ളൂ. ഇന്ത്യയിൽ ശരാശരി 53 രൂപയുണ്ട്. ബീഹാറിന് കിട്ടുന്ന 70 രൂപയാണ് ചില സംസ്ഥാനങ്ങൾക്ക്. അരുണാചൽ പ്രദേശിനോ സിക്കിമിനോ അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. ആ പണം കിട്ടുന്നില്ല. നമുക്ക് കേന്ദ്രവിഹിതം തന്നുകൊണ്ടിരുന്നത് കുറയുന്നു. ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം LDF സർക്കാരിലേക്ക് വന്നപ്പോൾ ഉള്ള വ്യത്യാസം, നേരത്തെ അതിനേക്കാളും വീണ്ടും പണം കുറച്ചു. എന്താ ബുദ്ധിമുട്ടെന്ന് അതാ ഞാൻ പറഞ്ഞത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കേന്ദ്ര ടാക്സിൻ്റെ പൂളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 2.5. 10ാം ധനകാര്യ കമ്മീഷൻ 3.8 തന്നിരുന്നു. അത് 2.5 കുറച്ചു. ഇപ്പോൾ 1.9. ഈ 0.9% എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടുന്ന 2. ഇപ്പോൾ പോകുന്ന 1.8 എന്ന് പറഞ്ഞാൽ 1.92 എന്ന് പറഞ്ഞാൽ 27,000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. 10ാം ധനകാര്യ കമ്മീഷൻ അനുസരിച്ചായിരുന്നെങ്കിൽ അതിൻ്റെ ഇരട്ടി കിട്ടണം. തൊട്ട് മുമ്പത്തെ 5 വർഷം കിട്ടിയിരുന്നത് 2.5 എന്ന് പറഞ്ഞാൽ അതിനേക്കാളും 10,000 കോടി രൂപ ഇപ്പോൾ ഒരു വർഷം കുറവുണ്ട് തൊട്ട് മുമ്പത്തെ വർഷത്തേക്കാളും. നമ്മൾ അധികാരത്തിൽ വന്ന സമയത്ത്, ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് 31,000 കോടി രൂപയായിരുന്നു ഗ്രാൻറ്റും മറ്റു കാര്യങ്ങളായിട്ട് സംസ്ഥാനത്തിന് കിട്ടിയത്. ഈ വർഷം കിട്ടുന്ന 7,000 കോടിയാണ്. കടമെടുക്കാനായിട്ട് പരിധിയുണ്ട്. നമുക്ക് 3 വരുമാന മാർഗ്ഗങ്ങളാണ് ഉള്ളത്. ഒന്ന് സംസ്ഥാനത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ്, സെൻട്രൽ നിന്ന് ഉൾപ്പെടെ തരുന്ന ടാക്സ്. 2 സെൻട്രൽ നിന്ന് കിട്ടുന്ന ട്രാൻസ്ഫേഴ്സ്, അതായത് ഗ്രാൻറ്റുകൾ തരും, നമുക്ക് ടാക്സിൻ്റെ വിഹിതം തരും. 3 ബോറോയിങ്. കടമെടുക്കുന്നത് തിരിച്ചടയ്ക്കാവുന്ന കടം, അല്ലാതെ അധികമൊന്നും ആർക്കും എടുക്കാൻ പറ്റില്ല. നിങ്ങൾ 1 ലക്ഷം രൂപ ശമ്പളമുള്ള ആൾക്ക് മാസം ഒരു 30,000 രൂപയൊക്കെ അടയ്ക്കുന്ന ലോൺ കിട്ടത്തില്ലേ? പക്ഷേ സംസ്ഥാനത്തിന് ആകെ സംസ്ഥാനത്തിൻ്റെ വരുമാനം 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 3%, 3,000 രൂപ എടുക്കാൻ പറ്റും. അതെ, സംസ്ഥാനത്തിൻ്റെ GSDP. ആ പണത്തിൽ തന്നെ നമ്മൾ തിരിച്ചടയ്ക്കാവുന്നതാണ്. അതിനകത്ത് തന്നെ കണ്ടീഷൻ വെച്ച് കുറയ്ക്കുകയാണ്. എന്തായാലും 25 വർഷക്കാലത്തെ 30 വർഷക്കാലത്തെ കണക്കെടുത്താൽ ഓരോ വർഷവും നമുക്ക് എടുത്തുകൊണ്ടിരുന്ന കടം 5 വർഷം കഴിയുമ്പോൾ, ഓരോ ഗവൺമെൻറ് കഴിഞ്ഞ് 5 വർഷത്തിൽ കഴിയുമ്പോഴേക്കും 90%, 100% കട വർദ്ധിക്കും. അത് VS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 86,000 കോടിയായിരുന്നു ആകെ സംസ്ഥാനത്തിൻ്റെ കടം. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് അത് 1,56,000 കോടിയായി. 1,56,000 നിന്നും തോമസ് ഐസക് ഒന്നാം പിണറായി സർക്കാരിൻ്റെ 5 വർഷം കഴിഞ്ഞപ്പോൾ 2,96,000 കോടിയായി. ഈ 5 വർഷം കഴിയുമ്പോൾ അത് 6 ലക്ഷം കോടി ആവണം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ആകെ അനുവാദം തന്നത് 4,70,000 കോടി എടുക്കാനേ ഉള്ളൂ. 1,25,000 കോടി 5 വർഷം കൊണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു വർഷം 25,000 കോടി കുറഞ്ഞു. മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ 50,000 കോടിയിലധികം കുറഞ്ഞു. ആ കുറഞ്ഞിടത്താണ് നമ്മൾ ചെലവിൻ്റെ കാര്യത്തിൽ മേലോട്ടാണ്, ആഭ്യന്തര വരുമാനത്തിൻ്റെ കാര്യത്തിൽ മേലോട്ടാണ്.
47,000-ഉം 7,000 54,000-ആണ് ടാക്സും നോൺ ടാക്സുമായിട്ട് ഒരു വർഷം കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഇപ്പോൾ 95,000 കോടിയായി കഴിഞ്ഞ വർഷം. ഈ വർഷം അത് 1,00,000 കോടി കടക്കും. അത്രയും ആഭ്യന്തര വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റി. പക്ഷേ 5 വർഷമായിട്ട് പെട്രോളും ഡീസലും ഇടയ്ക്കൊരു സെസ് 1 രൂപ മേടിച്ചേ ഉള്ളൂ. മദ്യത്തിന് കൂടിയിട്ടുണ്ടോ? മദ്യം മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെങ്കിലും കാണുമല്ലോ ഇവിടെ. 5 വർഷമായിട്ട് മദ്യത്തിന് ചാർജ് കൂട്ടിയിട്ടില്ല. കാരണം മയക്കുമരുന്ന് കൂടുന്നു എന്നുള്ള ഭയമുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ മദ്യത്തിന് സാധാരണ ഓരോ വർഷം കൂട്ടുന്നതാണ്. മദ്യത്തിനും പെട്രോളിനും വലുതായിട്ട് കൂട്ടാൻ പറ്റില്ല. അതാണ് ആകെയുള്ള വരുമാനം. അത് കൂട്ടാതെ തന്നെ ഈ വരുമാനം വർദ്ധിച്ചു. ബോറോയിങ് കുറച്ചു, കേന്ദ്രത്തിൽ നിന്ന് തരുന്ന പണം കുറച്ചു. പക്ഷേ ഇവിടെ ആഭ്യന്തര വരുമാനം കൂടി. ചിലവോ 1,15,000 കോടിയാണ് ഒരു വർഷം ശരാശരി ഒന്നാം പിണറായി സർക്കാർ ചിലവാക്കിയിരുന്നത്. ഏറ്റവും കൂടുതൽ റെക്കോർഡ് അവിടെ ചിലവാക്കിയത് അതുവരെ ഉള്ളതിൽ. ഇപ്പോൾ അത് 1,75,000 കോടിയായി. ഈ പ്രഖ്യാപനം കൂടെ വരുമ്പോൾ അതിനേക്കാളും കൂടും. 1,75,000 കോടി ഒരു വർഷം ചിലവാക്കിയിട്ടാണ്. അപ്പോൾ ചിലവിൻ്റെ കാര്യത്തിൽ കുറച്ചിട്ടില്ല. KSRTCയുടെ യൂണിയൻ്റെയൊക്കെ നേതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേര് പരാതിയില്ല, ശമ്പളത്തിൻ്റെ പേര് പരാതിയില്ല. 2,000 കോടിയാണ് ഒരു വർഷം KSRTC കൊടുക്കുന്നത്. ശമ്പളം കൃത്യമായിട്ട് ഇപ്പോൾ 1-ാം തീയതി കിട്ടുന്നെന്ന് പറയുമ്പോൾ 80 കോടി രൂപ ശമ്പളം കൊടുക്കുന്നതിൻ്റെ 50 കോടിയും സംസ്ഥാന സർക്കാരിൽ നിന്ന് അങ്ങോട്ട് തരികയാണ് എന്ന കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അത് നിരന്തരമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ തരാറുണ്ട്, പക്ഷെ അവിടെ മെച്ചപ്പെടുത്തണം. എല്ലാ മേഖലയിലും നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും അത് ചെയ്തിട്ടാണ് പോകുന്നത്. തൊഴിലാളികളോടുള്ള സർക്കാരിൻ്റെ താല്പര്യം കാണിക്കാൻ വേണ്ടി ഞാൻ ഈ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ മറ്റും സർക്കാർ ഈ മേഖല ചെയ്യുക. ഇപ്പോൾ PM ശ്രീയുടെ കാര്യം നേരത്തെ വിവാദം വന്നു, അതൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരൊറ്റ പൈസ ആയിരുന്നില്ല SSK ഉൾപ്പെടെ. SSK 10,000-ഓളം അധ്യാപകർ നമുക്ക് എല്ലാം കൂടെ വരും. 7,000 മറ്റ് സ്പെഷ്യൽ എല്ലാം കൂടെ വരുമ്പം 10,000 പേര് വരും. അതിൻ്റെ പണം അവിടുന്ന് കിട്ടേണ്ടതാണ്. കുട്ടികളുടെ യൂണിഫോമിൻ്റെ ഒരു ചെറിയ പാർട്ട് അവിടുന്ന് തരുന്നുണ്ട്, എല്ലാവരുടെയും ഇല്ല. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പാർട്ട് അവിടുന്ന് തരുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിന് ചെറിയ പാർട്ട് തരുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ സ്കോളർഷിപ്പിൻ്റെ ചെറിയ യൂണിഫോമിൻ്റെ ഈ പണമൊന്നും തരുന്നില്ല. ഇങ്ങനെ സ്പെഷ്യൽ ഇത് മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ 1,500 കോടി തരുന്നതിനകത്ത് ഈ PM ശ്രീ എന്ന് പറയുന്നത് ചെറിയ ഭാഗമാണ്. പക്ഷെ തരേണ്ട മറ്റേ പണം നിങ്ങളിത് ഒപ്പിട്ടില്ല, തരില്ല എന്ന് പറഞ്ഞ് തരാതിരിക്കുക. ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ ലൈഫിന് ഓരോ വീട്ടിലും പ്രധാനമന്ത്രിയുടെ പേര് വെച്ചില്ലെങ്കിൽ, പടം വെച്ചില്ലെങ്കിൽ അതിന് തരുന്ന പണം തരാതിരിക്കുക. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 10,000 കോടിയെങ്കിലും പലതരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കിട്ടാനുണ്ട്. നെല്ലിൻ്റെ മാത്രം 2,500 കോടിയുണ്ട്. നെല്ലിൻ്റെയും സിവിൽ സപ്ലൈസിൻ്റെയും. ഇങ്ങനൊരു കണ്ടീഷൻ വെച്ച് തരാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള അനുഭവത്തിനിടയിലും ഈ സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ഒട്ടും പുറകോട്ട് പോകുന്നതല്ല ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ പറഞ്ഞ ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ആലോചിച്ച ഓരോന്നും, ഇപ്പം അംഗൻവാടിയുടെയും ആശയുടെയും ഓരോന്നും നോക്കിക്കോളൂ. ആശ വർക്കേഴ്സിന് 1,000 ചില്ലാനും രൂപയേ ഉള്ളൂ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത്. 1,000 രൂപ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടൂ. നമ്മൾ ഇപ്പോൾ ഈ 1,000 കൂടെ വരുമ്പോഴത്തേക്ക് 14,000 രൂപ വരെ കിട്ടും. അവരുടെ ശമ്പളം ഇത് 7,000 8,000 ആവും. അതുള്ള മറ്റ് ആനുകൂല്യം കൂടെ കൂട്ടി. അപ്പോൾ ഇത് കൊടുക്കുകയാണ്, കാരണം അവർക്കൊക്കെ ജീവിക്കണം. പക്ഷേ ഈ കാര്യങ്ങളൊന്നും പറയാതെ രാഷ്ട്രീയമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്കൊരു വീഡിയോ വന്നു, സർക്കാർ ജീവനക്കാരുടെയാണ്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തു, അവർക്ക് കുറച്ച് DA കൊടുക്കാനുണ്ട്. ആകെ സംസ്ഥാന സർക്കാരിനുള്ള കടം കൊടുക്കാനുള്ള ബാധ്യത ഒരു DA കുടിശ്ശിക മാത്രം. അത് ഞാൻ പറയുന്നു, 30,000 കോടി രൂപ കിട്ടിയാൽ തീരുന്ന അല്ലാതെ ഒരു കടവുമില്ല. 1,4 ലക്ഷം കോടി രൂപ കടം എടുക്കുന്നത് മാത്രം വെട്ടിക്കുറച്ചു. ഒരു വർഷം 25,000 കോടിയിലധികം തൊട്ടു മുമ്പ് കിട്ടിയിരുന്നത് ഗ്രാൻഡ് വെട്ടിക്കുറച്ചു. അങ്ങനെ വന്നാൽ 2.5 ലക്ഷം കോടി രൂപ വെട്ടിക്കുറച്ച സ്ഥലത്ത് ആകെ ഇപ്പം നിൽക്കുന്ന കടം 30,000 കോടിയുടെയാണ്. അതുണ്ടെന്ന് എവിടെയും പറയുന്നതിനൊന്നും പടിയില്ല, അത്രയും കൊടുക്കാനുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് DA ഇപ്രാവശ്യം റൂൾ 300 അനുസരിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് നമ്മളാകെ 2 DA വെച്ച് കൊടുക്കുന്ന ഈ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കും 2 വർഷം കൊണ്ടാണ്. ആ 2 പകരം 3 കൊടുത്തു. DA ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു BJPയുടെ നേതാവ് അദ്ദേഹം ഒരു ചർച്ചയിൽ വന്നപ്പോൾ കുറേ കാര്യം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്, സാറിന് അറിയാമോ, ഇപ്പോൾ ഞങ്ങളുടെ തൊഴിലാളികൾക്ക്, ഞങ്ങളുടെ സർക്കാർ ജീവനക്കാർക്ക് DA ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ദിവസം കൂലിപ്പണിക്ക് പോയിട്ടൊക്കെയാണ് ജീവിക്കുന്നതെന്നൊരു പ്രസംഗം നടത്തി. BJPയുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ്, രാഷ്ട്രീയം ഞാൻ പറയുന്നതേ ഉള്ളൂ, സംഘടന. ഇപ്പം അത് വീണ്ടും പേര് മാറ്റി ഒരു സഖാവ് മന്ത്രിയോട് ചോദിക്കുന്ന പറഞ്ഞ് പേര് മാറ്റി ഇറക്കിയിട്ടുണ്ട്, അറിയണമല്ലോ. ഇപ്പോൾ ഒരു സഖാവ് മന്ത്രിയോട് ചോദിക്കുന്നത് ആര്? ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞാൻ പറയട്ടെ, ഇന്നലെ പ്രഖ്യാപിച്ച DA ഏറ്റവും മിനിമം 1,000 രൂപ മുതൽ 7,000 രൂപ വരെ ഒരു മാസം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കൂടുതൽ കിട്ടും. അപ്പോൾ ഈ വർഷം പ്രഖ്യാപിച്ച 3 DA വഴി 3,000 രൂപ മുതൽ 20,000 രൂപ വരെ ഒരു മാസം കൂടുതൽ കിട്ടും എന്നുള്ള കാര്യം അവർക്ക് കൊടുക്കേണ്ടതാണ്, അർഹതപ്പെട്ടതാണ്. അങ്ങനെ കൊടുക്കുന്നുണ്ട് സർക്കാർ എന്ന കാര്യം നമ്മൾ പറയണ്ടേ. ഈ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നൊരു സർക്കാരാണ്. ആ സർക്കാർ തൊഴിലാളി മേഖലയിൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് വളരെ ഗൗരവത്തിലാണ്. ഇനിയിപ്പോൾ സീരിയസ് ആയി ഇപ്പോൾ വളരെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ നേതൃത്വം കൊടുക്കുന്ന
ഇളമരവും ഇവിടെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, ഇവിടെ എല്ലാ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അവർ ചർച്ച ചെയ്യും. ഇനി വരാൻ പോകുന്ന പ്രശ്നം ഇതൊന്നുമല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരും, പകുതിയിൽ കൂടുതൽ ജോലി ഇല്ലാതാവും. കേരളത്തിലുൾപ്പെടെ വീടിനടുത്ത് ജോലി, ഗിഗ് വർക്കേഴ്സ്. എങ്ങനെ നമ്മളിതിനെ നേരിട്ടേ പറ്റും, നേരിടാൻ പറ്റുകയും ചെയ്യും. അതിന് മണിക്കൂറുകൾ ഇപ്പോൾ ഉടനെ ഡിമാൻഡായിട്ട് പറയാനല്ലേ പറയുന്നത്. പണ്ട് 8 മണിക്കൂറെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 മണിക്കൂർ പോലും ജോലിയില്ല. അപ്പോൾ തൊഴിലാളികളെല്ലാം പിരിച്ചു വിടുക എന്നത് പറ്റുമോ? തൊഴിലാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ എല്ലാം ജോലിയിൽ നിന്ന് പിരിച്ചു വിടുക. ഇനി വണ്ടി സ്വന്തമായിട്ട് ഓടിക്കുന്ന ഇഞ്ചൻ വരും. അല്ല, റോബോട്ട് വണ്ടി തന്നെ ഒരു റോബോട്ടാവും. ഡ്രൈവർമാർ വേണ്ട, കണ്ടക്ടർമാർ വേണ്ട, പിന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ വേണ്ട, ഒരു സ്ഥലത്തും ആൾ വേണ്ട. ഹോട്ടലിൽ ജപ്പാനിലെ ഒരു വാർത്ത കണ്ടു. ഷീസ് ഫ്രം ജപ്പാൻ. ഐ റെഡ് എ ന്യൂസ് റീസെൻ്റ്ലി അബൌട്ട് എ ഹോട്ടൽ ഇൻ ജപ്പാൻ. ഇറ്റ് വാസ് എ ഹോട്ടൽ വിച്ച് ഈസ് ടോട്ടലി മാനേജ്ഡ് ബൈ റോബോട്ട്സ് ആൻഡ് ഓൺലി വൺ പേഴ്സൺ ഈസ് എ ഹ്യൂമൻ ബീയിങ്. ഈ ബെഡ്ഷീറ്റ് വിരിക്കാൻ ഈ റോബോട്ടിന് പറ്റൂല. ബെഡ്ഷീറ്റ് വിരിക്കാൻ റോബോട്ടിന് പറ്റില്ല. അത് മാത്രം ബെഡ് സ്പ്രെഡ് ഓൺലി മാൻ ക്യാൻ ഡു. ഓൾ അതേഴ്സ് മറ്റെല്ലാ റോബോട്ടിനെ വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഭക്ഷണം വേണോ കൊണ്ടുതരും, ബെല്ലടിച്ചാൽ റിസപ്ഷനിൽ പറയും. സോ ഇതെല്ലാം റോബോട്ട് വരുമ്പോൾ മനുഷ്യന് ജീവിക്കണ്ടേ? മനുഷ്യൻ ജീവിക്കുമ്പോൾ അവർക്കെങ്ങനെ നമ്മുടെ ടെക്നോളജി പുതുത് വരണം, യാതൊരു സംശയമില്ല. ആ ടെക്നോളജി പുതു വരുമ്പം മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ വേണം. വരുമാനം ഉണ്ടാകുമ്പോൾ അത് സമൂഹത്തിലേക്ക് പോകണം. അതെങ്ങനെ വേണം എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട വളരെ ഗൗരവതരമായ ഒരു സമയമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ കൂടുതലായിട്ട് വരുമ്പോൾ. മനുഷ്യനുണ്ടാക്കിയ നേട്ടങ്ങൾ മനുഷ്യന് തന്നെ കിട്ടണം, ആ മനുഷ്യ സമൂഹത്തിന് കിട്ടണം. ഇപ്പോൾ മുതലാളിത്ത ലോകം ചർച്ച ചെയ്യുന്നത് യൂണിവേഴ്സൽ ഇൻകം സ്കീമിനെ പറ്റിയൊക്കെയാണ്. തൊഴിലില്ല, അതുകൊണ്ട് എല്ലാവർക്കും ഒരു കൃത്യം തുക കൊടുക്കാം മാസം, എന്നിട്ട് അത് വെച്ചിട്ട് സാധനമൊക്കെ മേടിച്ചോട്ടെ. ഇയാൾക്ക് ജോലി കിട്ടാതിരുന്നാൽ മുതലാളിത്തം തകരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് മേടിക്കാൻ ആൾ വേണ്ടേ? നല്ല ഫോണും നല്ല കാറും നല്ല ഷർട്ടും എല്ലാം കമ്പോളത്തിലുണ്ടെങ്കിൽ അത് മേടിക്കാൻ പണം വേണമല്ലോ, ആളുകളുടെ വരുമാനം വേണമല്ലോ. ആ ആളുകൾക്ക് വരുമാനം കിട്ടുന്ന തരത്തിലേക്കുള്ള പദ്ധതികൾ എന്താണെന്ന് അവരും തലപകഞ്ഞ് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുതിയൊരു തലത്തിലേക്ക് നമ്മുടെ ലേബർ ഇഷ്യൂവും ജീവിതവും പോകുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയണം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് എല്ലാ മേഖലയെയും സംരക്ഷിച്ചുകൊണ്ട് പോകുന്നൊരു ഉത്തരവാദിത്വമുള്ള സർക്കാർ എന്ന നിലയിൽ എടുക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സജീവമാക്കാൻ ഉള്ള തരത്തിലുള്ള ചർച്ചകൾ ഇവിടെ വരുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാ ട്രേഡ് യൂണിയനുകളും ഇത്തരം കാര്യത്തിൽ പൊതുവിൽ ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് ഈ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ആ ട്രേഡ് യൂണിയനും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ മേഖലയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ ആണ് ഇവിടെ ഉണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ ആശംസകളും ഈ സെമിനാറിന് നേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭ്യർത്ഥന.